വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. സ്വർഗസ്നായ ഞങ്ങൾ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അയ്യോ, ജസ്റ്റിന, ജസ്റ്റിന, എന്റെ ഈശോയെ, ജോമോനെ, നിന്നോടല്ലേ ഞാൻ വരില്ലെന്ന് പറഞ്ഞത്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതൊക്കെ പിന്നെ, ഇപ്പൊ നീ പോയേ. ഹേയ് ജസ്റ്റിന, പ്ലീസ്. ജോമോനെ, നീ ഒന്ന് പോവോ? ജസ്റ്റിന, എനിക്കിപ്പോഴും നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ? ജസ്റ്റിന. വേണ്ട. മോളെ, ദാ. ജസ്റ്റിന, ഞാനൊരു കാര്യം പറയട്ടെ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ ഇപ്പൊ ഒന്ന് പോ ജോമോനെ. ഞാൻ പോയിക്കോളാം. പ്ലീസ്, അമ്മ കണ്ട ആകെ പ്രശ്നമാവും. ആരും കാണില്ല. എത്ര വട്ടം ഞാനിവിടെ വന്നിരിക്കുന്നു. അതൊക്കെ നീ മറന്നുപോയോ? നീ ഇപ്പൊ മുമ്പത്തെക്കാളും ഒരുപാട് ഭംഗി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നീ എന്ത് സുന്ദരിയാന്നറിയാവോ? നിനക്കതൊക്കെ തോന്നും. നീ ഇപ്പൊ ഒന്ന് പോയേ. ചെല്ല്. ഗുഡ് നൈറ്റ്. നാളെ കാണാം. നീ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത്? രാത്രി വീട്ടിൽ വരിക പറഞ്ഞോ? ആരെയും കണ്ട എന്താ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കന്യാസ്ത്രീയല്ലേ, നീ അതാ ആലോചിക്കണ്ടേ? എനിക്കൊന്ന് കാണാൻ തോന്നി, വന്ന് കണ്ടു. പഴയ ജസ്റ്റീനയല്ല ഞാൻ. ഞാൻ ഇന്ന് പുതിയൊരു ജീവിതം നയിക്കുക. അതിനൊരു ചട്ടക്കൂടുണ്ട്, ഒരു പവിത്രതയുണ്ട്. അതൊന്നും മറക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എനിക്ക് കാണാൻ തോന്നി, വന്ന് കണ്ടു. ജോമോൻ എപ്പോൾ വേണേലും എന്നെ വന്ന് കാണാം, എവിടെ വെച്ചു. പക്ഷേ അതൊരു നല്ല സുഹൃത്തെന്ന നിലയിൽ മാത്രമായിരിക്കണം. അതിനു മുമ്പ് നമുക്കിടയിലുണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹമെല്ലാം ഞാൻ ഈ ഉടുപ്പിട്ടതോടുകൂടെ തീർന്നു. ഇതാ മേരിയുടെ പുതപ്പല്ലേ? അല്ലേ? ആ, അത് തന്നെ എനിക്കും അറിയേണ്ടത്. അവളുടെ ഒരു പുതപ്പ്. ആ, ഇതാ പരമന്റെ ഭാര്യയല്ലേ? ഓളോടെ ഇപ്പൊ രാവിലെ തന്നെ തുണി തൂക്കി പിടിച്ചോണ്ട് പോണ്. ഓ അതല്ല, കൊട്ടുപടി കൊട്ടുപടി
നല്ല പരിചയ തുണിയാണ്. അതെ ചേട്ടാ. ആരോട് ചേട്ടാ എന്താ പ്രശ്നം? ആർക്കറിയാം? അറിയില്ലേ? പിന്നെ അങ്ങോട്ടേ വെച്ച് പിടിക്കുന്നു. ചേട്ടാ എന്താ പ്രശ്നം? പറമ്പൻ്റെ ഓള് നേരെ കള്ളുപേരുടെ വീട്ടിലേക്കാ. ഇന്ന് ഓന്റെ കാര്യം കണക്കാ. ആശാരിൽ അടുത്ത പണി വരുന്നുണ്ട്. ആശാനെ എന്താടാ? നിങ്ങൾ ഉള്ളതാ മറ്റേ കള്ളുമേരിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ട്. ആ എന്താന്നറിയില്ല, കയ്യിലൊരു തുണിയൊക്കെ ഉണ്ട്, കൂടെ കുറെ ആൾക്കാരും. എന്താ പിന്നെ നേരത്തെ പറയല്ലടാ. ഇയാളുടെ ഒരു തോക്കും ഒടുക്കത്തെ വെടിവെപ്പും കിടന്നോടാ ഞാൻ. ആശാരോട് മാറിക്കടാ. എടാ മേരി ഓടിയുണ്ട്. മേരി കുളി കഴിഞ്ഞ് തുണി മാറി. ആശാരേ ഇതാണല്ലേ ഷോർട്ട് കട്ട്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അല്ല, ഇത് എന്റെ പുതപ്പല്ലേ? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? രാവിലെ തുണി കഴിയപ്പോ ഞാനിത് എവിടെയെല്ലാം തിരക്കിന്നറിയോ? അതന്നെ എനിക്ക് അറിയേണ്ടത്. നിന്റെ ഈ പുതപ്പ് എങ്ങനെ എന്റെ വീട്ടിലെത്തിയത്? എന്താ പ്രശ്നം? ഓ, വന്നോ? രാവിലെ തന്നെ ഈ തോക്കും പൊക്കി പിടിച്ച് ആര് വെടിവെക്കാൻ വന്ന മനുഷ്യ? എടി ഞാൻ കൊക്കിനെ വെടി വെക്കാൻ. നിങ്ങളുടെ ഒരു സത്യം പറ മനുഷ്യ, ഇവളെ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മളെ വീട്ടിൽ വന്നത്? നീ ഇതിനാണോ രാവിലെ ഇത് പൊക്കി പിടിച്ചോണ്ടിക്കൊണ്ട് വന്നത്? നിന്റെ ഒരു കാര്യം കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞോ. നിങ്ങൾ അറിയാതെ അത് അവിടെ വരില്ല. എടി ഞാനത് ഇന്നലെ പന്നീനെ വെടിക്കാൻ വേണ്ടി പോയില്ലേ രാത്രി? പന്നീനെയാണോ അതോ? എന്നിട്ട് വെടി വെച്ചാ വെച്ചു, പക്ഷെ കൊണ്ടില്ല. എന്നിട്ടെന്താ? വെടി കൊണ്ടില്ലല്ലോ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് പന്നീന്റെ മുഖമൊക്കെ അങ്ങ് ചോന്ന് തൊടുത്തിരിക്കുക, ദേഷ്യം പിടിച്ചിട്ടേ. പിന്നെ ഒരു 1.5 മണിക്കൂർ ഞാനും മേരിയും തമ്മിൽ, അല്ലല്ല ഞാനും പന്നിയും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നില്ലേ. പിന്നെ ദേഷ്യം പിടിച്ചവരെ എനിക്ക് എന്റെ സ്വഭാവം അറിയില്ലോ. ഒന്നും നോക്കില്ല, താലങ്ങ വിലങ്ങ അടിച്ചാൽ കൊന്നില്ലേ. അതിനല്ലേ നമ്മളിന്ന് രാവിലെ കറി വെച്ച് കൂട്ടി തന്റെ പൊന്നേ. അതൊക്കെ ശരി, പക്ഷെ ഈ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നതെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എന്താ നമ്മുടെ വീട്ടിലെ ബെഡ്ഷീറ്റ് പറ്റത്തില്ലേ? എടി ഞാൻ പറഞ്ഞില്ലേ, പന്നിമേ മലപ്പിടുത്തം പിടിച്ചപ്പോ മേരിയാ മുണ്ടാന്നത്, അതിലാകെ ചളിയായിരുന്നില്ലേ. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾ ഇവളുടെ വീട്ടിൽ തന്നെ വന്ന് കയറിയത്? എടി അതിപ്പോ എനിക്ക് പറയാൻ പറ്റുമോ പന്നീരോട്? മേരിയുടെ ഇവിടെ അവിടെയുണ്ട്, അതിലോടണ്ട, നമ്മുടെ വഴി ഓടിയാ മതിയെന്ന്. അപ്പോ ആ രാത്രിക്ക് നിങ്ങൾ തുണിയില്ലാട്ടോ മനുഷ്യ ആ വീട്ടിൽ ചെന്ന് കേറിയത്? അതാണല്ലോ പതിവ്. എന്റെ കർത്താവേ. എടി അത് പിന്നെ എന്നാ പിന്നെ ഈ ബെഡ്ഷീറ്റിന് പകരം നിങ്ങൾക്കൊരു മുണ്ട് വാങ്ങി കൊടുത്തൂടായിരുന്നോ? അത് മുണ്ടാന്ന് ഞാൻ ഉടുത്തത്. അല്ല അല്ല, രാത്രി ആയതുകൊണ്ട് മനസ്സിലായില്ല മുണ്ടാന്നോ ബെഡ്ഷീറ്റാണോ എന്ന്. അല്ലേ മേരി? നിങ്ങളുടെ മുണ്ട് ഞാനിവിടെ കഴുകിയിട്ടിട്ടുണ്ട്, വേണേ എടുത്തിട്ട് പോ. ഓഹോ. മേരി എന്താടാ പോയി? എന്നെ ഇതുപോലെ വെടിവെക്കാൻ പഠിപ്പിക്കാമോ? ഞാൻ വെടിവെച്ചതിന് ക്ഷീണം തീർത്തില്ല, അപ്പോഴാ അവന്റെ വെടി. ജസ്റ്റിന, നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചാച്ചൻ പറഞ്ഞിരുന്നു അച്ഛൻ കുറെ വഴക്ക് പറഞ്ഞ കാര്യം. ഒരു കന്യാസ്ത്രീക്ക് പറ്റിയ ജോലിയല്ല ഞാൻ ചെയ്യുന്നതെന്നും ക്യാമറയൊക്കെ തൂക്കി ആണുങ്ങളുടെ കൂടെയുള്ള ഈ നടത്തത്തെക്കുറിച്ചും. അതെ പറഞ്ഞു.
ഒരു കന്യാസ്ത്രീ ജീവിതത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ കുറേയൊക്കെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ വർക്കുകളും എടുക്കാറില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം. അതും റിലേറ്റീവ്സിനെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അതും 2 കുട്ടികളെ. ശരി ശരി, ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല. നിന്റെ മനോഭാവം തിരുത്താൻ പറ്റാവുന്നതല്ലെന്ന് മനസ്സിലായി. എന്നാലും പറയാതിരിക്കാനാവില്ലല്ലോ. സഭയുടെ അനുഭവത്തോടെ മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ആർക്കും ദോഷം വരുന്നൊന്നും ചെയ്യുന്നുമില്ല. ശരിയായിരിക്കാം. പക്ഷേ കാലാകാലങ്ങളായി സഭയും നമ്മളും പിന്തുടരുന്ന ചില ചട്ടങ്ങളൊക്കെയുണ്ട്. കാലാനുസൃതമായി മാറേണ്ടത് തന്നെയല്ലേ ചട്ടങ്ങൾ അച്ചോ? നിഷേധം കാണിക്കുന്നവരോട് വേദാന്തം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞ് എന്നെ നിഷേധിയാക്കാണ്. ഓ, ജസ്റ്റിനെ പൊക്കോളൂ. ഞാൻ മോളെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്താമ്മേ? എൻ്റെ മോനേക്കാൾ വിശ്വാസം എനിക്ക് നിന്നെയാണ്. ഒത്തിരി ഇഷ്ടവുമായിരുന്നു. ഈ ഉടുപ്പിട്ടില്ലായിരുന്നെങ്കിൽ ജോമോൻ്റെ പെണ്ണായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയനെ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ. ഇനി അതൊന്നും ഓർമ്മിപ്പിക്കണ്ട. ഞാനിപ്പോൾ ഈ ഉടുപ്പിനെ സ്നേഹിച്ചു തുടങ്ങി. എനിക്കറിയാം. ജോമോൻ ഇടയ്ക്കിടയ്ക്ക് പറയും മോളി ഉടുപ്പൂരി വന്ന അവൻ സ്വീകരിക്കുമെന്ന്. അവന്റെ മനസ്സിൽ ഇന്ന് നീയുണ്ട്. അവന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ അവൻ വന്ന് വിളിച്ച മോൾ ഇറങ്ങി വരരുത്. മോളുടെ ചാച്ചൻ, അമ്മ, അനിയത്തി ഇവർക്കൊക്കെ ആളുകൾക്കിടയിൽ തല ഉയർത്തി തന്നെ ജീവിക്കേണ്ടതല്ലേ? അമ്മ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? അങ്ങനെ വരാനായിരുന്നെങ്കിൽ എനിക്ക് അന്നേ വരായിരുന്നു. അന്നേ ചാച്ചൻ്റെ അമ്മയുടെയൊക്കെ മുമ്പിൽ ജയിക്കാനായിരുന്നെങ്കിൽ അന്നേ ഞാൻ ഇറങ്ങി വരുമായിരുന്നു. പക്ഷേ അത് ജോമോനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല, മറിച്ച് ഞാൻ കാരണം 2 കുടുംബങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവരുതെന്ന് കരുതി. എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഞാൻ വില കൽപ്പിച്ചത് നിങ്ങളുടെയൊക്കെ വാക്കുകൾക്കാണ്. ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു. മാത്രമല്ല മോളെ വലിയ ഇഷ്ടവുമായിരുന്നു. പക്ഷേ ഇറച്ചിവെട്ടുകാരൻ്റെ മോന് പെണ്ണു കൊടുക്കില്ല എന്നും പറഞ്ഞ് മോളുടെ ചാച്ചൻ ഞങ്ങളെ ഒത്തിരി അപമാനിച്ചു. കഴിഞ്ഞു വന്നതിനെ ഓർമ്മപ്പെടുത്തണ്ട അമ്മേ. അമ്മ ഇപ്പോൾ പറയാതെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ജോമ വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരരുതെന്ന്. ഇല്ല, അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ മോളെ കണ്ട കാര്യം ജോമോൻ അറിയണ്ട. അവനോട് പറയരുത്. ഇല്ലമ്മേ, അമ്മ പോയിക്കോളൂ. ഞാൻ ഒരിക്കലും പറയില്ല. മോൾക്ക് എന്നോടൊന്നും തോന്നരുത്.